ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടന്മാരായ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി എന്നിവരടക്കം 5 പേരെ നാളെ ചോദ്യം ചെയ്യും. ആലപ്പുഴ എക്സൈസ് സംഘം വിളിച്ചു വരുത്തിയാണ് ഇവരെ ചോദ്യം ചെയ്യുക. നിതിൻ അംബുജൻ വിശദാംശങ്ങളുമായി. നിതിൻ, ഇവർ തസ്ലീമയുമായി നടത്തിയ ചാറ്റിന്റെ വിവരങ്ങളൊക്കെ പുറത്തു വന്നതാണ്. ഒരു ബന്ധവുമില്ല എന്നൊക്കെ ഒരു ഘട്ടത്തിൽ തസ്ലീമ പോലും പറയുന്നത്. ആദ്യം അത് സമ്മതിക്കുന്നു, പക്ഷെ പിന്നീട് ഞങ്ങൾ പരിചയക്കാരാണ് എന്നതിനപ്പുറത്തേക്ക് ഒരു ഇടപാടുമില്ല എന്നൊക്കെ അവർ മാധ്യമങ്ങൾക്ക് മുന്നിലും പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഏതായാലും തെളിവുകളൊക്കെ ഉണ്ട് പോലീസിന്റെയും എക്സൈസിന്റെയും പക്കൽ. എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് നാളത്തെ ചോദ്യം ചെയ്യൽ? അനുജ, ശ്രീനാഥ് ഭാസിയെ സംബന്ധിച്ചും ഷൈൻ ടോം ചാക്കോയെ സംബന്ധിച്ചും നാളത്തെ എക്സൈസിന്റെ ചോദ്യം ചെയ്യൽ വളരെ നിർണായകമാണ്. കാരണം തസ്ലീമ സുൽത്താനുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ആദ്യം വന്നിരുന്നെങ്കിലും പിന്നീട് ഇവരുടെ ചാറ്റുകൾ പരിശോധിച്ചപ്പോൾ ഇവർ കൃത്യമായി ഇരുവരും ബന്ധപ്പെട്ടിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഹൈബ്രിഡ് കഞ്ചാവ് വേണോ എന്ന് ചോദിച്ചപ്പോൾ അതിൽ ശ്രീനാഥ് ഭാസി വെയിറ്റ് എന്ന് മറുപടി ചാറ്റിലൂടെ നൽകിയിരുന്നു. ഇതെല്ലാം തന്നെ ഈ ചാറ്റെല്ലാം തന്നെ ഡിജിറ്റൽ തെളിവുകളെല്ലാം ശേഖരിച്ചാണ് എക്സൈസ് സംഘമെല്ലാം തന്നെ ഇപ്പോൾ ഒരു ചോദ്യം ചെയ്യലിന് ഒരുങ്ങുന്നത്. എന്തായാലും നാളെ ഷൈൻ ടോം ചാക്കോയും കൂടാതെ ശ്രീനാഥ് ഭാസി ഇപ്പോൾ ചോദ്യം ചെയ്യുന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലെ വിവരം പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ ഹൈക്കോടതിയിലടക്കം ഒരു മുൻകൂർ ജാമ്യത്തിലേക്ക് ശ്രീനാഥ് ഭാസി പോയിരുന്നു. പക്ഷേ പിന്നീട് ആ ഹർജി പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഷൈൻ ടോം ചാക്കോയെ സംബന്ധിച്ചാണെങ്കിൽ നമുക്കറിയാം, നേരത്തെ എറണാകുളത്ത് വെച്ച് മറ്റൊരു കേസിൽ, ഒരു കഞ്ചാവ് കേസിൽ പിടികൂടിയിരുന്നു. പക്ഷേ അതിൽ കൃത്യമായ തെളിവുകളും തന്നെ, കൃത്യമായ തൊണ്ടിയൊന്നും തന്നെ പോലീസിന് ലഭിച്ചിരുന്നില്ല. ഇതിനിടയിലാണ് തസ്ലീമ സുൽത്താനുമായുള്ള ഈ ചാറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്തായാലും ഷൈൻ ടോം ചാക്കോയെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. നാളെ എക്സൈസ് ചോദ്യം ചെയ്യും. അതിൽ എവിടെ നിന്ന് അല്ലെങ്കിൽ ആർക്ക് കൈമാറി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ എക്സൈസ് സംഘം പരിശോധിക്കുന്നുണ്ട്. ഇതിൽ കൃത്യമായ തെളിവുകൾ, സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട കൃത്യമായ തെളിവുകൾ തസ്ലീമ സുൽത്താനിൽ നിന്നും എക്സൈസ് സംഘത്തിന് ലഭിച്ചിരുന്നു. അതിൽ ഷൈൻ ടോം ചാക്കോയും കൂടാതെ ശ്രീനാഥ് ഭാസി അടക്കമുള്ള ചാറ്റുകൾ മാത്രമല്ല, ഇരുവരും തമ്മിൽ നേരത്തെ പരിചയക്കാരായിരുന്നു. ഇനി ഈ ഒരു ലഹരി ഇവർക്ക് നേരത്തെ കൈമാറിയിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് എക്സൈസ് സംഘം പരിശോധിച്ചു വരുന്നത്. അത്തരം ചില വിവരങ്ങൾ എക്സൈസ് സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അത് പൂർണ്ണമായും സ്ഥിരീകരിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവരെ ചോദ്യം ചെയ്ത ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും എത്ര വർഷത്തെ പരിചയമുണ്ട്, മാത്രമല്ല ഇതിന് മുൻപ് ഇത്തരത്തിൽ ലഹരി ഇവർക്ക് കൈമാറിയ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയാണ് ഷൈൻ ടോം ചാക്കോയും കൂടാതെ ശ്രീനാഥ് ഭാസിയെയും ചോദ്യം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കേന്ദ്ര ഏജൻസികളും എക്സൈസിൽ നിന്ന് വിവരങ്ങൾ തേടുന്നുണ്ട്. തസ്ലീമ സുൽത്താൻ നേരത്തെ 2017 ഒരു സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. അതിനുശേഷം പിന്നീട് ഇപ്പോൾ കേന്ദ്ര ഏജൻസികളും ഈ ഒരു കാര്യത്തിൽ ഈ അന്താരാഷ്ട്ര ലഹരിയുമായി ബന്ധപ്പെട്ട് ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിച്ചു വരുന്നുണ്ട്. എന്തായാലും ഈ കേസിനെ സംബന്ധിച്ച് നിർണായകമായ ഒരു ഘട്ടത്തിലാണ് എക്സൈസ് സംഘം ഉള്ളത്. നാളെയാണ് ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയെയും ആലപ്പുഴ എക്സൈസ് സംഘം ചോദ്യം ചെയ്യാൻ ഇരിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ 2 മുൻനിര സംവിധായകരെയും എക്സൈസ് സംഘം പിടികൂടിയിരിക്കുന്നത്. ഇവർക്കെല്ലാം ഈ തസ്ലീമ സുൽത്താനുമായി ബന്ധമുണ്ടോ കാര്യങ്ങളൊക്കെ തന്നെ എക്സൈസ് സംഘം പരിശോധിക്കുന്നുണ്ട്. വ്യാപകമായ പരിശോധനയിലേക്കും നടപടികളിലേക്കും എക്സൈസ് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. നാളെ നടക്കാൻ പോകുന്ന ചോദ്യം ചെയ്യലും നിർണായകമാണ്. ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി എന്നിവരടക്കം 5 പേരെയാണ് നാളെ ചോദ്യം ചെയ്യാനിരിക്കുന്നത്. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ചെയ്യൽ. എക്സൈസ് സംഘം വിളിച്ചു വരുത്തി ഇവരെ ചോദ്യം ചെയ്യും എന്നുള്ള ആ നടപടിക്രമം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. അതിനിടെയാണ് ഇന്ന് പുലർച്ചെ എക്സൈസ് നടത്തിയ പരിശോധനയിൽ 2 സംവിധായകർ, ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും, 2 യുവതലമുറ സംവിധായകരാണ്. ഒട്ടേറെ ഹിറ്റ് ചിത്രങ്ങൾ സംഭാവന ചെയ്ത സംവിധായകരാണ്. അവർ താമസിച്ചിരുന്ന ഇടത്തു നിന്ന് എക്സൈസ് സംഘം കഞ്ചാവ് പിടികൂടിയത്. അവർ കാലങ്ങളായി ഇത് ഉപയോഗിക്കാറുണ്ടായിരുന്നുവെന്ന് സമ്മതിക്കുകയായിരുന്നു എക്സൈസ് സംഘത്തിന് മുന്നിൽ. ഈ പരിശോധനയുടെ വിവരങ്ങൾ അത് 24 ആണ് ഇന്ന് പുറം ലോകത്തെ ആദ്യമായി അറിയിച്ചത്. അതിനുശേഷം എക്സൈസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടിക്രമങ്ങളുടെ വാർത്ത 24 പുറത്തുവിടുന്നു. അതിനുശേഷമാണ് ഫെഫ്കയുടെയൊക്കെ പ്രതികരണം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഡയറക്ടേഴ്സ് യൂണിയനിൽ നിന്ന് ഈ സംവിധായകരെ സസ്പെൻഡ് ചെയ്യുകയാണ്. ഫെഫ്കയുടെ നടപടി ഇനിയും ഉണ്ടാകും എന്ന തരത്തിലേക്കുള്ള സൂചനകൾ വരുന്നു. ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നതൊക്കെയാണ് സിനിമാ സംഘടനകളുടെ ഈ വിഷയത്തിലെ നിലപാട്.